പ്രശസ്ത എഴുത്തുകാരിയും ആക്ടിവിസ്റ്റും ബുക്കർ പ്രൈസ് ജേതാവുമായിട്ടുള്ള അരുന്ധതി റോയ് 2010 ഡൽഹിയിൽ വെച്ച് നടത്തിയ ഒരു സെമിനാറിൽ കാശ്മീരിന്റെ സ്വാതന്ത്ര്യത്തെ കുറിച്ചൊരു പ്രസംഗം നടത്തി. എന്നാൽ 14 വർഷത്തിനിപ്പുറം അവർക്കെതിരെ UAPA ചുമത്തിയിരിക്കുകയാണ്. ആക്ടിവിസ്റ്റുകളും പത്രപ്രവർത്തകർ, സിവിൽ സൊസൈറ്റി അംഗങ്ങൾ എന്നിവരുൾപ്പെട്ട വിമർശകരെ നിശബ്ദരാക്കാൻ മോദി സർക്കാർ നിയമം ഉപയോഗിക്കുന്നു എന്നുള്ള ആരോപണങ്ങൾക്ക് ഉയർന്നു വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഭീകരവിരുദ്ധ പ്രസ്താവനകൾ ക്രിമിനൽ കേസുകളാണ്. അത് എത്ര വർഷം കഴിഞ്ഞാണെങ്കിലും കേസിൽ മാറ്റമൊന്നും വരില്ല. ഈ ഒരു വിഷയം കേസിൽ തന്നെ കിടക്കുകയായിരുന്നു. പക്ഷെ സാങ്ഷൻ ലഭിച്ചിരുന്നില്ല എന്ന് മാത്രമാണ്. സർക്കാരിൽ നിന്നും സാങ്ഷൻ ലഭിക്കാൻ സമയം എടുത്തതിനാലാണ് ഇത്രയും വർഷം ഈ ഒരു കേസ് നീണ്ടു നിന്നത്. ഇപ്പം സാങ്ഷൻ ലഭിച്ചതിനാൽ യഥാർത്ഥ കേസായിട്ട് മാറിക്കഴിഞ്ഞു. IPC പ്രകാരം കുറ്റകരമായ ഒരു പ്രസ്താവനയാണ് അവർ നടത്തിയത്. കാശ്മീരിന് സ്വാതന്ത്ര്യം നൽകുക എന്ന് പറഞ്ഞാൽ കാശ്മീരിനെ വിഭജിക്കുക അല്ലെങ്കിൽ വേർപെടുത്തുക എന്നതാണ്. അതൊരു പാകിസ്ഥാൻ അനുകൂല പ്രസ്താവനയായി മാറിയിട്ടുണ്ടെങ്കിൽ അതൊരു ഭീകര വിരുദ്ധ പ്രസ്താവന തന്നെയാണ്. ഇന്ത്യൻ വംശജർ പാകിസ്ഥാൻ അനുകൂല പ്രസ്താവന നടത്തുന്നതിൽ തുല്യമാണ് ഇപ്പോൾ അരുന്ധതി റോയ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. അത് എത്ര വർഷം കഴിഞ്ഞാലും തെറ്റ് തന്നെയാണ്. അപ്പം അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവരുടെയും ഒരു മൗലിക അവകാശം തന്നെയാണ്. എന്നാൽ റീസണബിൾ റെസ്ട്രിക്ഷനും ഉണ്ട് അവിടെ. അതായത് രാജ്യത്തിന്റെ വിരുദ്ധമായി എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമല്ലാതെ. ഇന്ത്യൻ മണ്ണിൽ പിറന്ന ഒരു പൗരന് ഒരുപക്ഷെ ഇന്ത്യ വിരുദ്ധമായ ചിന്തകൾ ഉണ്ടാകാം. ആ ചിന്തകൾക്ക് നേരെ ആർക്കും കേസ് എടുക്കാൻ സാധിക്കില്ല. എന്നാൽ അത് പബ്ലിക്കിനോട് തുറന്നു പറഞ്ഞാൽ അല്ലെങ്കിൽ പ്രഭാഷണങ്ങളിൽ ചിന്തകളെ വാക്കാൽ പ്രകടമാക്കിയാൽ IPC പ്രകാരം കുറ്റകരമായ ഒന്നാണത്. കാശ്മീർ പ്രശ്നം നൂറ്റാണ്ടുകളായിട്ട് നടക്കുന്ന ഒരു പ്രശ്നമാണ്. ഇന്ത്യ പാകിസ്ഥാൻ ശത്രുത ആകാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നതും അല്ലെങ്കിൽ തീവ്രവാദികളുടെ നുഴഞ്ഞുകയറ്റവും എല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ട തന്നെയാണ്. അങ്ങനെ ഒരു കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ഒരു പ്രശ്നത്തെ ആർക്കും തട്ടിക്കളിക്കാനോ ചോദ്യം ചെയ്യാനോ ഉള്ളതൊന്നും അല്ല. ഇപ്പൊ കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണോ എന്നുള്ളതാണ് അവർ ഉന്നയിച്ച ഒരു ചോദ്യം. അരുന്ധതി റോയ് തന്നെ അത് വ്യക്തമാക്കുന്നുണ്ട്. കാശ്മീർ ആരുടെയും അവിഭാജ്യ ഘടകമല്ല എന്നുള്ളത്. അവർക്ക് സ്വാതന്ത്ര്യം നൽകണം എന്നുള്ളത്. ഇത് ഇന്ത്യ വിരുദ്ധ പ്രസ്താവന തന്നെയാണ്. ഇത് ഇന്ത്യൻ അഖണ്ഡതയ്ക്ക് എതിരായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത് ഭരണഘടനാ വിരുദ്ധ പ്രസ്താവന കൂടിയ തന്നെയാണ്. അതും ഇന്ത്യയുടെ പ്രശസ്ത എഴുത്തുകാരിയും ആക്ടിവിസ്റ്റും ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു മെസ്സേജ് കൂടിയാണ്. അത് ഇന്ത്യ വിരുദ്ധ സന്ദേശം തന്നെയാണ്. ഇന്ത്യ അധീന കാശ്മീർ പ്രക്ഷുബ്ധമായിട്ടുള്ള സമയത്തായിരുന്നു അരുന്ധതി റോയിയുടെ ഈ ഒരു പ്രസ്താവന നടന്നത് 2010. ആ വർഷം ആദ്യ സ്വാതന്ത്ര്യ അനുകൂല പ്രകടനങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടത് മുതൽ ഡസൻ കണക്കിന് പ്രതിഷേധക്കാരുടെ മരണത്തെ തുടർന്നാണ് അരുന്ധതി റോയിയുടെ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടന്നത്. ഇവിടെ അരുന്ധതി റോയിയുടെ പ്രസ്താവന പ്രതിഷേധക്കാർക്കിടയിൽ കൊടുങ്കാറ്റുണ്ടാക്കിയിട്ടുണ്ട്. നിരവധി വിമർശകർ ഇന്ത്യയോടുള്ള വിശ്വാസ്യതയെ ചോദ്യം ചെയ്തു. ഇതെല്ലാമാണ് അരുന്ധതി റോയിയുടെ പേരിൽ UAPA ചുമത്താനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. ആദ്യം രാജ്യദ്രോഹ കുറ്റത്തിനാണ് കേസ് എടുക്കാൻ തീരുമാനിച്ചത്. എന്നാൽ സുപ്രീം കോടതി കൊളോണിയൽ കാലത്തെ രാജ്യദ്രോഹ നിയമം 2022 മെയ് മാസം സസ്പെൻഡ് ചെയ്തിരുന്നു. രാജ്യദ്രോഹ പ്രസ്താവനകൾ എന്നും ഒഫൻസീവ് ആയിരിക്കും. അത് എത്ര കൊല്ലം കഴിഞ്ഞാലും തേഞ്ഞു മാഞ്ഞു പോവുകയൊന്നുമില്ല. അത് പറഞ്ഞവരെ തേടി അത് വരും എന്ന് തന്നെ പറയാം. ഇനി അരുന്ധതി റോയ് ഇതിന് എങ്ങനെയാണ് പോരാടുക അല്ലെങ്കിൽ പ്രതികരിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം.